ഹലോ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സീരീസിൻ്റെ ആദ്യ എപ്പിസോഡുമായിട്ടാണ്. എന്താണ് സീരീസ് എന്നാൽ ഒരു 10 എപ്പിസോഡ് അടങ്ങുന്ന സീരീസാണിത്. സ്ട്രേഞ്ച് മെഡിക്കൽ കണ്ടീഷൻസ്. അതായത് നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നുന്ന, നമുക്ക് കേട്ടാൽ ഇച്ചിരി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു 10 മെഡിക്കൽ കണ്ടീഷൻസ്. അതിലെ ആദ്യ എപ്പിസോഡാണെന്ന്. ഫസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്തെന്നാൽ ഏലിയൻ ഹാൻഡ് സിൻഡ്രോം. നിങ്ങളുടെ സ്വന്തം കൈ നിങ്ങളുടെ നിയന്ത്രണമില്ലാതെ തനിയെ ചലിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് സിനിമയല്ല, ഇതൊരു യഥാർത്ഥ മെഡിക്കൽ കണ്ടീഷനാണ്. ഇതിൻ്റെ പേരാണ് ഏലിയൻ ഹാൻഡ് സിൻഡ്രോം. ഏലിയൻ ഹാൻഡ് സിൻഡ്രോം എന്നത് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഈ അവസ്ഥയുള്ള ആളുകളിൽ ഒരു കൈ അവരുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി തനിയെ പ്രവർത്തിക്കും. ആൾക്ക് അറിയാം കൈ എന്താണ് ചെയ്യുന്നത് എന്ന്, പക്ഷെ അത് നിയന്ത്രിക്കാൻ അവർക്ക് കഴിയില്ല. ഈ രോഗം ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത് 1908 ഒരു ജർമ്മൻ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ കുർട്ട് ഗോൾഡ്സ്റ്റീൻ ഒരു രോഗിയെ പഠിക്കുമ്പോഴാണ് ഈ അവസ്ഥ ആദ്യം രേഖപ്പെടുത്തിയത്. ആ രോഗിയുടെ ഒരു കൈ അവൻ്റെ നിയന്ത്രണമില്ലാതെ തനിയെ പ്രവർത്തിക്കുന്നതായി ഡോക്ടർ ശ്രദ്ധിച്ചു. ഇത് ഡോക്ടർമാരെ വളരെ അതിശയിപ്പിച്ചു. കാരണം ആ വ്യക്തിക്ക് കൈ എന്താണ് ചെയ്യുന്നത് എന്ന് പൂർണ്ണമായി അറിയാമായിരുന്നു. പക്ഷെ കൈയും മനസ്സും ഒരുമിച്ച് പ്രവർത്തിച്ചില്ല. ചില സന്ദർഭങ്ങളിൽ ആ കൈ വസ്തുക്കൾ പിടിക്കും, എറിയും, അല്ലെങ്കിൽ മറ്റേ കൈ ചെയ്യുന്ന കാര്യങ്ങൾ കുഴപ്പത്തിലാക്കും. ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ ഭയം തോന്നും. ഈ അവസ്ഥയെ ജനപ്രിയമായി പരിചയപ്പെടുത്തിയ ഒരു സിനിമയുണ്ട്, ഡോക്ടർ സ്ട്രേഞ്ച് ലവ് എന്ന 1964 പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് സിനിമ. ആ സിനിമയിലെ ഒരു കഥാപാത്രത്തിന്റെ കൈ തനിയെ അനിയന്ത്രിതമായി ചലിക്കുന്നതായി കാണിച്ചിരിക്കുന്നു. ഇത് ഏലിയൻ ഹാൻഡ് സിൻഡ്രോമിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രശസ്തമായ സിനിമാ ഉദാഹരണമാണ്. ഈ സിനിമയ്ക്ക് ശേഷം ഏലിയൻ ഹാൻഡ് സിൻഡ്രോം പലരും ഡോക്ടർ സ്ട്രേഞ്ച് ലവ് സിൻഡ്രോം എന്ന പേരിലും വിളിക്കാൻ തുടങ്ങി. അതുപോലെ 2017 ഇറങ്ങിയ പീച്ചാങ്കൈ എന്ന തമിഴ് മൂവിയിലും ഏലിയൻ ഹാൻഡ് സിൻഡ്രോം എന്താണ് എന്ന് കാണിക്കുന്നുണ്ട്. ഏലിയൻ ഹാൻഡ് സിൻഡ്രോം കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എന്താണ് ആ കണ്ടീഷൻ എന്നും വ്യക്തമായി ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഏലിയൻ ഹാൻഡ് സിൻഡ്രോം സംഭവിക്കുന്നതിൻ്റെ കാരണം മസ്തിഷ്കത്തിലെ ചില ഭാഗങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുമ്പോഴാണ്. കോർപ്പസ് കലോസമാണ് ബ്രെയിനിന്റെ ഇടതുഭാഗത്തെയും വലതുഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന നാഡീപാലം. ഈ ഭാഗം നമ്മുടെ ചിന്തകളും ചലനങ്ങളും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. കോർപ്പസ് കലോസത്തിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ബ്രെയിനിന്റെ ഇരുഭാഗങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തകരാറിലാകും. അപ്പോൾ ഒരു കൈക്ക് കിട്ടുന്ന സിഗ്നൽ മറ്റേ ഭാഗം കൺട്രോൾ ചെയ്യില്ല. അതിനാലാണ് കൈ തനിയെ പ്രവർത്തിക്കുന്നത് പോലെ തോന്നുന്നത്. ഏലിയൻ ഹാൻഡ് സിൻഡ്രോം സാധാരണമായി കാണുന്നത് സ്ട്രോക്ക് കഴിഞ്ഞ്, ബ്രെയിൻ ഇഞ്ചുറി കഴിഞ്ഞ്, അല്ലെങ്കിൽ ബ്രെയിൻ സർജറി കഴിഞ്ഞൊക്കെയാണ്. ഈ അവസ്ഥയ്ക്ക് ഒറ്റ മരുന്നില്ല. പക്ഷേ ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ ട്രെയിനിങ് ഇവ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതൊരിക്കലും ഒരു മാനസിക പ്രശ്നമല്ല, ഇതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഓക്കെ, ഇതുപോലുള്ള വിചിത്രവും യാഥാർത്ഥ്യവുമായ മെഡിക്കൽ കണ്ടീഷനുകൾ കൂടുതൽ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ സീരീസിലെ ആദ്യ എപ്പിസോഡിലെ കണ്ടീഷനായ ഏലിയൻ ഹാൻഡ് സിൻഡ്രോം. അടുത്ത വീഡിയോയിൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു മെഡിക്കൽ കഥയുമായി കാണാം. താങ്ക്